നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനും ആവുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അടിക്കും തോറും മുറുകുന്ന കുരുക്കുപോലെ കാര്യങ്ങള്. ഇനി അയാള് മനഃപൂർവ്വം കൺവെട്ടത്തിൽ നിന്ന് മാറി നിന്ന് കാർത്തികയുടെ നീക്കങ്ങൾ അറിയാണോന്ന് നമുക്കറിയില്ല. അവന്റെ പോക്കണ്ടില്ലേ? ഇപ്പൊ തന്നെ ലിസ്റ്റ് തയ്യാറാക്കാനെന്ന് തോന്നുന്നു. അപ്പൊ ഈ ജന്മത്തിൽ നന്മയൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. ആ പിന്നെ മോളുടെ ആശ്രമത്തിൽ എല്ലാരെയും അറിയിക്കണം. ഒരാളെ പോലും വിട്ടുപോരുത്, കേട്ടല്ലോ? അറിയാം സത്യാമ്മേ. എന്നാ പിന്നെ ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഒരുക്കങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്യാൻ. രക്ഷപ്പെട്ടു. ചില നേരങ്ങളിൽ ഒരു രക്ഷകയുടെ രൂപത്തിൽ വരാൻ സത്യാമ്മയ്ക്ക് നല്ല കഴിവാ. വിഷ്ണുവേട്ടൻ എന്നെ കൊണ്ട് ലെറ്റർ എഴുതി വാങ്ങിച്ചിരുന്നെങ്കിൽ പെട്ടിയെടുത്ത് എന്നോട് ഇറങ്ങാൻ പറയേണ്ടവരാ. ഇപ്പൊ വന്ന് സ്നേഹം വിളമ്പിട്ട് പോയത്. ഇപ്പൊ രക്ഷപ്പെട്ടെങ്കിലും വിഷ്ണുവേട്ടനെ ഇതൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. അറിഞ്ഞു തന്നെ നിൽക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അപകടമാണ്. ഇറങ്ങി പോടി. പപ്പി എന്താ ഇവിടെ വന്നിരിക്കുന്നത്? മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ടല്ലോ. സുഖമില്ലേ? ചൂടൊന്നുമില്ലല്ലോ. പിന്നെന്താ മുഖം വാടിയിരിക്കുന്നത്? കാർത്തികാന്റെയും വിഷ്ണുവച്ചനും തമ്മിലുള്ള കല്യാണം നാളെയാ. അത് ഓർക്കുമ്പോ സങ്കടം വരിക സത്യേ. പാവം വിഷ്ണുവച്ചന് ഒട്ടും ഇഷ്ടമല്ലാതെയാ ഈ കല്യാണം നടത്തുന്നത്. വിഷ്ണുവച്ചനും കാർത്തികാന്റെയും നേരത്തെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ഉറപ്പാ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ പപ്പി? നമ്മൾ കുട്ടികളായി പോയില്ലേ? ശരിയാ, വലിയവരായിരുന്നെങ്കിൽ നമുക്ക് കാർത്തികാന്റി അവിടെ നിന്ന് അടിച്ചോടിക്കായിരുന്നു. എന്റെ അമ്മയാണെങ്കിൽ എന്തോ ജോലി തിരക്കില്ല. അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടാണെങ്കിലും ഇത് മുടക്കിക്കായിരുന്നു. നിന്റെ അമ്മയും വിഷ്ണുവച്ചനെയും എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റൂന്നാ എന്റെ സത്യ ഞാനീ ചിന്തിച്ചു കൂട്ടുന്നത്. നിന്നോടാണെങ്കിൽ എനിക്കതൊട്ടും പറയാനും പറ്റില്ല. ചേച്ചിയമ്മ എന്നെ കൊണ്ട് സത്യവും ചെയ്യിപ്പിച്ചു. നീ എന്നോട് ക്ഷമിക്കണേ സത്യ. പപ്പി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു സത്യയുടെ മനസ്സിൽ വല്ല ഐഡിയയും തോന്നുന്നുണ്ടോ? നീയല്ലേ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാറ്. ഉണ്ടെങ്കിൽ പറയണേ. ഈ കല്യാണം മുടങ്ങിയ നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യാ. അതെന്താ പപ്പി അങ്ങനെ പറഞ്ഞത്? അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും. പിന്നെ നിനക്കും കാർത്തികാന്റെ ഇഷ്ടമല്ലല്ലോ, വിഷ്ണുവച്ചനാണെങ്കിൽ ഇഷ്ടമാ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെ, ഞാൻ രഹസ്യം പറയട്ടെ. ഇവളുടെ കയ്യിലും ഉണ്ടോ രഹസ്യം? അപ്പൊ ഇവളെ കൊണ്ടും ചേച്ചിയമ്മ സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? പറയട്ടെ, പറ. അതെ, കാർത്തികാന്റിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. എന്റെ അമ്മ അനു ആന്റിയോട് ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ ആ ഫോട്ടോ അമ്മ കാണാതെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. നോക്കിക്കേ. ഇതാരാ? ഇതാ കാർത്തികാന്റിയുടെ ഫ്രണ്ട്. എന്നിട്ടാണോ കാർത്തികാന്റി വിഷ്ണുവച്ചനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതിലെന്തോ സീക്രട്ട് ഉണ്ട് പപ്പി. ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യ? ഒരു വഴിയുണ്ട്, പറ കേക്കട്ടെ. ഈ കാർത്തിക ഉണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടാകും, വിഷ്ണുവിന്റെ ഭാര്യയായിട്ട്.
എടി നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഷോ, എന്തൊരു ഇരിപ്പാടി ഇത്. എഴുന്നേറ്റേ, പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. ഞാൻ മറ്റൊരു ദിവസം പോയിക്കോളാം അമ്മേ. ഇന്നെന്തോ ഒരു ഉത്സാഹം തോന്നുന്നില്ല. എടി അതുകൊണ്ടാ പറഞ്ഞത് അമ്പലത്തിലേക്ക് വരാൻ. മനസ്സിലെ സങ്കടങ്ങൾ പറഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഒരാശ്വാസം കിട്ടും. വാ, എഴുന്നേക്ക്, റെഡിയാവ്. വാടി. എടി മോളെ, എഴുന്നേക്ക്. നീ ഇതുവരെ പോയില്ലേ ശാരദ? ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് എന്താ കാര്യം? അത് ഞാൻ ഇവളെ കൂടെ വിളിക്കുകയായിരുന്നു. നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച അത് നല്ലതല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആവുമെങ്കിലോ? ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ലേ ശാരദ? അതിന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ, രാവിലെ തന്നെ തുടങ്ങല്ലേ ഗോപാലേട്ടാ. അവള് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. ഇനിയിപ്പോ ഞാൻ അമ്മ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. ഞാൻ പോകുന്ന വഴിക്കൊരു ക്ഷേത്രമുണ്ട്, ഞാൻ അവിടെ പോയിട്ട് പൊക്കോളാം. അതുപോരെ? ശരി. ശാരദാമ്മേ, ഓ, പോണ്ടേ? ആ, പോവാം. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. പോവാം. അച്ഛനും പോവായിരുന്നില്ലേ? ക്ഷേത്രവും പ്രാർത്ഥനയും ഒരുപാട് നടത്തിയും കേറി ഇറങ്ങിയും അടുത്തതിന് ശേഷവും മോളെ അച്ഛനെ ഇരിപ്പിരിക്കുന്നേ. ഓർക്കുമ്പോ നല്ലതൊന്നും ഓർമ്മയിൽ വരുന്നുമില്ല. വരാനായിട്ട് നല്ലതൊന്നും ചെയ്തിട്ടുമില്ല. ആ, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് തീരണം. പക്ഷെ മോളെ, അതിനു മുമ്പ് നിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവണം. അതിനിപ്പോ എന്താ മോളെ നമ്മുടെ മുന്നിലുള്ള വഴി? ഇനിയിപ്പോ സത്യാമ്മയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കണമെങ്കിൽ ഹർഷൻ എവിടെയാണെന്ന് അറിയണോ അച്ഛാ? അച്ഛനും ആവുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അടിക്കും തോറും മുറുകുന്ന കുരുക്ക് പോലെ കാര്യങ്ങള്. ഇനിയാള് മനഃപൂർവ്വം കൺവെട്ടത്തിൽ നിന്ന് മാറി നിന്ന് കാർത്തികയുടെ നീക്കങ്ങൾ അറിയാണോന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആൾ ഈ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്. അമ്മ പറഞ്ഞതുപോലെ നമ്മളൊക്കെ വിളിക്കുന്ന ഈശ്വരന്മാര് കൂടെയുള്ളപ്പോ അയാളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് തന്നെയാ ഞാനും വിശ്വസിക്കുന്നത്. ആ, ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.